ഇടുക്കി മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനാതിർത്തി കടന്നെത്തിയ 3 ആനകളാണ് ഏലത്തോട്ടങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കിയത്. തകർന്നു കിടക്കുന്ന കിടങ്ങുകൾ മറികടന്നാണ് കാട്ടാനകൾ എത്തിയത്. കിടങ്ങുകൾ പുനർനിർമ്മിക്കുന്നതിൽ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കനത്ത മഴ ജില്ലയിലെ കാർഷിക മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുമ്പോഴാണ് കോഴിമല മുരിക്കാട്ടുകുടിക്ക് സമീപം കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ വിളയാടിയത്. ട്രെഞ്ച് മറികടന്ന ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ ഏലത്തോട്ടങ്ങൾ ചവിട്ടിമെതിച്ചു. 2 പിടിയാനകളും 1 കുട്ടിയാനയുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഏലച്ചെടികൾക്ക് പുറമെ വാഴയും ചക്കയും ആനകൾ ഭക്ഷിച്ചു. ലക്ഷങ്ങൾ കടം വാങ്ങിയും അല്ലാതെയും വൻതുക മുടക്കി കൃഷി നടത്തിയിരുന്ന കർഷകരും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് ഇടുക്കി ഈ വനമേഖലയിൽ തേങ്ങൂപ്പിനകത്തുനിന്ന് ഞാൻ വരുന്നത്. സ്ഥിരം ഇത് നമുക്ക് പതിവാണ്. ഈയാണ്ട് ഏറ്റവും കൂടുതൽ നാശം വന്നേക്കന്നെ ഏലവും വാഴയും മെയിനായിട്ട് പോയേക്കന്നെ. ഏലം ഇതിനകത്തൊരു 10-250 ഏലം പോയിട്ടുണ്ട്. കായ്ച്ചോണ്ടിരിക്കുന്ന ചെടി. വാഴ ഒരു 25 തന്നെ. ഇന്നലെ സംഭവിച്ചത് ഒരു 3 ആനയാണ് ഇന്നലെ വന്നത്. ഒരു കുഞ്ഞും 2 വലിയ ആനയും. ഒരു 15 ദിവസം മുമ്പ് ഈ പറമ്പിൽ എൻ്റെ പറമ്പിൽ വന്ന് ഒരു 10-25 വാഴയും ഒരു 10-30 ഏലവും കളഞ്ഞു പോയതാണ്. അപ്പോൾ ഇനി വരികയില്ല എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിരുന്നത്. ഇന്നലെ വീണ്ടും വന്നു. വീണ്ടും വന്നു വെച്ചിട്ട് എൻ്റെ ഒരു 10-300 കൂടെ ഏലം ഇപ്പം കളഞ്ഞിട്ടുണ്ട്. 3 ആന ആയതുകൊണ്ട് 10-300 ഏലം എല്ലാവരും ഞാൻ ഉദ്ദേശം പറഞ്ഞാൽ. പിന്നെ ഒരു 10-60 അത് ഈ എൻ്റെ പൊക്കമുള്ള റോബസ്റ്റക്കൊലയുള്ള വാഴ അത് കളഞ്ഞു. കിടങ്ങുകൾ ആഴത്തിൽ കുഴിക്കാത്തതിനാലാണ് ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. പലതവണ നിവേദനം നൽകിയിട്ടും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല. അവിടെ ഒരു കുറച്ച് ഭാഗം ട്രെഞ്ച് ഉണ്ട്. ആ ട്രെഞ്ച് മൂടി കിടക്കുന്നതാണ്. ആ ട്രെഞ്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാല. ആ ട്രെഞ്ച് മൂടി കിടക്കുന്നതാണ് പ്രശ്നം. വനം വകുപ്പ് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി ഇത് ചെയ്യുക, എന്തെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അന്നേരം ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ അതുവരത്തേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരേക്കർ സ്ഥലത്ത് നിന്ന് എനിക്ക് 550 ചെടിയാണ് ഉള്ളത്. 550 ചെടിയിൽ 300 ചെടി പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ചെടിയുണ്ട്? അത്രയും ചെടിയാണുള്ളത്. അതിൻ്റെ അകത്ത് ഇനിയിപ്പം ഈ പണിക്കൂലിയും മരുന്നും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണ്ട്. 3 പിടിയാനകൾക്ക് പുറമെ ഒരു ഒറ്റയാനും പ്രദേശത്ത് എത്തുന്നുണ്ട്. ആനകളെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ വനവകുപ്പ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതയാണുള്ളത്. മേഖലയിൽ വനവകുപ്പിന്റെ കൃത്യമായ ഇടപെടലും നിരീക്ഷണവും വേണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, ഇടുക്കി.